പുറപ്പാട് പുസ്തകം അദ്ധ്യായം 16. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യിസ്രായേൽ മക്കൾ ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘം പൂർണ്ണമായി എലീമിനും സീനായിക്കും മദ്ധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് യിസ്രായേൽ മക്കളുടെ സമൂഹം മോശെക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. യിസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വരെ ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഈജിപ്റ്റിൽ വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശെയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളേണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് പാകം ചെയ്യുമ്പോൾ ദിവസംപ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളിച്ചെയ്തു. മോശെയും അഹരോനും യിസ്രായേൽ മക്കളോട്, നിങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ്സ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവിടുന്ന് കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ ആരാണ് എന്ന് പറഞ്ഞു. മോശെ പിന്നെയും, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വരെ അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെയത്രേ എന്ന് പറഞ്ഞു. അഹരോനോട് മോശെ, യഹോവയുടെ മുൻപാകെ അടുത്തുവരുവീൻ. യഹോവ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് യിസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറയുക എന്ന് പറഞ്ഞു. അഹരോൻ യിസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി. യഹോവയുടെ തേജസ്സ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യഹോവ മോശെയോട്, യിസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച്, നിങ്ങൾ വൈകുന്നേരം മാംസം തിന്നും, പ്രഭാതത്തിൽ അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറയുക എന്ന് കല്പിച്ചു. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി. പ്രഭാതത്തിൽ പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണുകിടന്നു. വീണുകിടന്ന മഞ്ഞ് മാറിയശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പൽ പോലെ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. യിസ്രായേൽ മക്കൾ അത് കണ്ടപ്പോൾ എന്താണ് എന്ന് അറിയാഞ്ഞതുകൊണ്ട് ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു. ഓരോരുത്തർക്കും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളേണം. അവരവരുടെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനനുസരിച്ച് ഒരാൾക്ക് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളേണം എന്ന് യഹോവ കല്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യിസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ കൂടുതൽ ശേഖരിച്ചവന് കൂടുതലും കുറവ് ശേഖരിച്ചവന് കുറവും കണ്ടില്ല. ഓരോരുത്തരും അവരവർക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. പിറ്റേ ദിവസത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുത് എന്ന് മോശെ പറഞ്ഞു. എങ്കിലും ചിലർ മോശെയെ അനുസരിക്കാതെ പിറ്റേ ദിവസത്തേക്ക് കുറെ ശേഷിപ്പിച്ചു. അത് കൃമിച്ച് നാറി. മോശെ അവരോട് കോപിച്ചു. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും. വെയിൽ ഉറയ്ക്കുമ്പോൾ അത് ഉരുകിപ്പോകും. എന്നാൽ 6-ാം ദിവസം അവർ ഒരാൾക്ക് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശെയോട് അറിയിച്ചു. അവൻ അവരോട്, അത് യഹോവ കല്പിച്ചത് തന്നെ. നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായ ശബ്ബത്ത്. ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ, ശേഷിക്കുന്നത് നാളത്തേക്ക് സൂക്ഷിച്ചുവെക്കുവീൻ. മോശെ കല്പിച്ചതുപോലെ അവർ അത് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചുവെച്ചു. അത് നാറിപ്പോയില്ല, കൃമിച്ചതുമില്ല. അപ്പോൾ മോശെ പറഞ്ഞത്, ഇതിന്ന് ഭക്ഷിക്കുവീൻ. ഇത് യഹോവയുടെ ശബ്ബത്ത് ആകുന്നു. ഇന്ന് അത് പാളയത്തിന് പുറത്ത് കാണുകയില്ല. 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം. ശബ്ബത്തായ 7-ാം ദിവസത്തിൽ അത് ഉണ്ടാവുകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയപ്പോൾ കണ്ടില്ല. അപ്പോൾ യഹോവ മോശെയോട്, എന്റെ കല്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിക്കുവാൻ നിങ്ങൾക്ക് എത്ര നാൾ മനസ്സില്ലാതെ ഇരിക്കും? നോക്കുവീൻ, യഹോവ നിങ്ങൾക്ക് ശബ്ബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ അവരവരുടെ സ്ഥലത്ത് ഇരിക്കുവീൻ. 7-ാം ദിവസം ആരും തന്റെ സ്ഥലത്തുനിന്ന് പുറപ്പെടരുത് എന്ന് കല്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. യിസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമല്ലിയുടെ അരി പോലെയും വെള്ള നിറമുള്ളതും
തേൻ കൂട്ടിയ ദോശയുടെ രുചിയുള്ളതും ആയിരുന്നു. പിന്നെ മോശെ, യഹോവ ഇപ്രകാരം കല്പിക്കുന്നു, ഞാൻ നിങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചുവെക്കുവാൻ അതിൽനിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അഹരോനോട് മോശെ ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ യഹോവയുടെ മുൻപാകെ വച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശെയോട് കല്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചുവെച്ചു. താമസയോഗ്യമായ ദേശത്ത് എത്തുന്നതുവരെ യിസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ അതിരിൽ എത്തുന്നതുവരെ അവർ മന്ന ഭക്ഷിച്ചു. ഒരിടങ്ങഴി പറയുടെ 10 1 ആകുന്നു.